ഫ്രണ്ട്സ്, എല്ലാവർക്കും വിയർ അക്കാദമിക് ക്രിയേഷന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മ ഒരു വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. വ്ളോഗ് പറഞ്ഞാല് നമ്മുടെ വീട്ടിലെ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് ഒരു യാത്ര, അതാണ് നമ്മളെ ടൈറ്റിൽ. അപ്പൊ അത് തന്നെയാണ് നമ്മ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മൾ ജൈവ പച്ചക്കറി കൃഷിയിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മളെ വീടിന്റെ ബാക്ക് വശമാണ്, അതായത് അച്ഛന്റെ കൃഷി വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് നേരെ അതിലേക്ക്. അപ്പോ ഇതാണ് അച്ഛന്റെ കയ്പ കൃഷി. ഇതില് അച്ഛനെ സഹായിക്കാൻ പോകുന്നത് അമ്മയാണ്. അച്ഛനൊരു ഗൾഫ് റിട്ടേൺ ആണ്. പിന്നെ അമ്മ ഗവൺമെന്റ് എംപ്ലോയി ആണ്. അമ്മ വെള്ളമൊഴിക്കാനും പിന്നെ അതിനെ പരിപാലിക്കാനെല്ലാം സഹായിക്കുന്നത് അമ്മയാണ്. അപ്പൊ ഇതാണ് അച്ഛന്റെ കയ്പ കൃഷി. അപ്പൊ ഗൈസ്, ഇതാണ് അച്ഛന്റെ കയ്പ കൃഷി. പിന്നെ ഇവിടെ വെണ്ട കൃഷിയുണ്ട്. ചെറിയ ചെറിയ രീതിയിലാണ് ആക്കുന്നത്. ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇതാണ് വെണ്ട കൃഷി. ഇത് ചോളം കൃഷി, കുറച്ച് വലുതായി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറം ഉണ്ട് ചോളം കൃഷി. ഇത് താളിന്റെ കൃഷി. ഇതാണ് നമ്മുടെ പയറ് കൃഷി. ഇതില് 5 തരം പയറുകളുണ്ട്. ഒന്ന് നീളം കൂടിയതും തടി കൂടിയതും കുറെ വിശേഷങ്ങളുള്ള 5 തരം പയറുകളുണ്ട്. ഈ ഭാഗത്തായിട്ടും ഉണ്ട്. ഇപ്പൊ ഇതില് അധികമായിട്ടുള്ളത് പയറാണ്, കാരണം പയറെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് അതിന്റെ ഇടയിലൊരു മാവ് നട്ടു വെച്ചിന്. ഇത് അമ്മ പണ്ടേ നട്ടു വെച്ചതാണ്. ഇപ്പൊ നമ്മത് മുറിക്കാനും പോയിട്ടില്ല. ഇതില് വരുന്ന മാങ്ങയെല്ലാം വലിയ മാങ്ങയാണ്, നല്ല തടിയും വണ്ണവും ഇല്ല, വലിയ മാങ്ങയാണ്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിരുന്നു, അപ്പൊ ഈ പ്രാവശ്യം പിടിക്കണത്രേ. ഇത് പിന്നെ അതേ സ്ഥലത്ത് വെച്ച് സൈഡിലൊക്കെ ഗ്രോ ബാഗിൽ നട്ടു വെച്ചിരിക്കുന്നതാണ്. ഇതില് പലതരം കൃഷികളുണ്ട്. ചീര, പറങ്കി, അങ്ങനെ വെണ്ട, അങ്ങനെ പല പല കൃഷികളുണ്ട്. പിന്നെ പോരാത്തതിന് എല്ലാത്തിനും കാവല് നമ്മുടെ മിന്നുണ്ട്. ഇവിടെ വരുന്ന ഓരോ തത്തമുള്ളിനെയും എല്ലാത്തിനും അതാണ് പിടിച്ചു തിന്നുന്നത്. അതുകൊണ്ട് ഇല തിന്നു കളയുന്ന ഇല ഒരു ജീവിയും തിന്നലില്ല. നിങ്ങൾ ഇല കണ്ടാൽ മനസ്സിലാവും, ഒരില പോലും കടിച്ചതായിട്ട് കാണുന്നില്ല. അപ്പൊ അച്ഛൻ രാവിലെ പണി തുടങ്ങി. ഇതിനെല്ലാം നട്ടിക്കെല്ലാം വെള്ളമൊഴിക്കുകയാണ് അച്ഛൻ ഇപ്പൊ ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് കണ്ണൻ ഇതാ ഇവിടുന്ന് നമ്മള് വണ്ടൊക്കെ പിടിച്ചതെല്ലാം പറിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വൈനി, ഇങ്ങനെ കുറെ ഉണ്ട്. പക്ഷെ പല പല സ്ഥലത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുമായിട്ട് ഒരെണ്ണം ഉണ്ട്. പിന്നെ 2 എണ്ണം ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ഇതാ വെണ്ടൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചീര കൃഷി. ഇവിടെ ആഫ്രിക്കൻ മല്ലി ഉണ്ട്. ഇതാണ് ആഫ്രിക്കൻ മല്ലി. ഇങ്ങനെ കുറെ ഉണ്ട്, പക്ഷെ പല പല സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. ഇത് ആഫ്രിക്കൻ മല്ലി. ഇത് കുറെ ഉണ്ട്. ഇവിടെ തന്നെ കുറെ ആയിട്ടുണ്ട്. കാണുന്നുണ്ടോന്നറിയില്ല. ഇത് ആഫ്രിക്കൻ മല്ലിയാണ്. ഇത് കുറെ ഉണ്ട്. ഇതൊരു കുറെ കറിക്കുണ്ട്. പക്ഷെ ഇതിന്റെ ഇല വലുതാണത്രേ. ഇല വലുതായതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ നമുക്ക് ഇല വലുതായിട്ട് ഇതിനെ നമുക്ക് കറി വെക്കാം. ഇതിന്റെ ഇലയുടെ വലിപ്പം എന്ന് പറഞ്ഞാല് ഈ ഒരു വലിപ്പാണ് നമ്മ കറിക്കൽ ഉപയോഗിക്കുന്ന ഇല. ഇത് നല്ല മണവും കിട്ടും. ഇപ്പൊ നമുക്ക് നേരെ നമ്മുടെ നമ്മുടെ പറങ്കിയിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ പറങ്കി. ഇത് വലിയതായ പറങ്കിയാണ്. ഇതില് പറങ്കി പിടിക്കുന്നുണ്ട് അത്രേ. ഇതില് പൂ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതില് പൂ വന്നിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നേരത്തെ നമ്മ കണ്ടത് കണക്കത്തെ മറ്റൊരു മാവാണിത്. ഇത് മൂവാണ്ട മാവ് എന്ന് ഇതിനെ പറയാ. ഇത് 3 വർഷമായി നട്ടിട്ട്. ഇതിലിതാ പൂവെല്ലാം പിടിക്കലായി. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് അതിൽ കിട്ടിയ കണക്കത്തിനെക്കാട്ടി കുറച്ചുകൂടെ വലിയൊരു സൈസ് മാങ്ങ കിട്ടുന്നത്. അതായത് നമ്മളെ സാധാരണ കപ്പക്കായുടെ വലിപ്പം, അത്രയും വലിപ്പത്തില് നമ്മുടെ മാങ്ങ കിട്ടാറുണ്ട്. പിന്നെ അതിന്റെ അരുവത്തായിട്ട് തന്നെ അതിന്റെ
ഒപ്പരം തന്നെ നിൽക്കുന്ന ഒരു ഹൈബ്രിഡ് നെല്ലിയുണ്ട്. നെല്ലിക്കക്ക് ഇതിന്റെ നെല്ലിക്കക്ക് റോസ് കളറാണ്. പിടിക്കാൻ തുടങ്ങിയില്ല. ഇപ്പോൾ ഒന്ന് പിടിച്ചിട്ടുണ്ട്. ഒന്നൊന്ന് പിടിക്കാൻ തുടങ്ങുന്നത്രേ. നിങ്ങൾക്ക് ഫോക്കസ് ആവുന്നില്ല. ഫോക്കസ് ജസ്റ്റ് ഒരു മിനിറ്റ്. നല്ല ചുവന്ന നെല്ലിക്കയാണ്. നിങ്ങൾക്കിത് വെയിലടിച്ചിട്ടാണെന്ന് തോന്നുന്നു, കാണുന്നില്ല. ഇപ്പം കാണുന്നുണ്ടാവും തോന്നുന്നു. ഇത് നല്ല ചുവന്ന കളറാണ് ഈ നെല്ലിക്കയുള്ളത്. ഈ നെല്ലിമരം നിറച്ചും പൂത്ത് നിൽക്കുന്ന നെല്ല്. ഇപ്പം നമുക്ക് നേരെ നമ്മുടെ തക്കാളിയിലേക്ക് പോകാം. ഇത് നമ്മുടെ തക്കാളി നമ്മൾ ഗ്രോ ബാഗിലാണ് നട്ടിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇത് വെയിൽ കൊണ്ട് പെട്ടെന്ന് വാടുന്ന ഒരു ചെടിയാണ് തക്കാളി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ കുറേ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ വേറൊരു സൈസ് വെണ്ടയാണ്, ഹൈബ്രിഡ് വെണ്ടയാണ്. ഇതിൻ്റെ വെണ്ടെന്ന് പറയുന്നത് ഇതിൽ വെള്ള കളറും നീളമുള്ള വെണ്ടയാണ് ഇതിൽ കിട്ടുന്നത്. ഇത് നമ്മൾ ഇന്ന് വിളവെടുക്കാൻ തുടങ്ങിയിട്ടാകുമ്പം കിട്ടിയ ഒരു തണ്ടിന്ന് കിട്ടിയ ഒരു തടത്തുനിന്ന് കിട്ടിയ ചേനയാണ് ഈ കാണുന്നത്. ഇത് ക്യാമറയിൽ കാണുന്ന പോലെ ഒന്നല്ല, ഇത് നല്ല രീതിയിലുള്ള വലിപ്പമുണ്ട് ഇതിന്. ഇതാണ് റെഡ് ലേഡി എന്ന് പറയുന്ന കപ്പക്കായി. ഇതിന് ഇത്ര വലിപ്പം പപ്പായാന്ന് ചിലർ പറയാറുണ്ട്. ഇതിന്റെ നമ്മളെടുക്ക ഇതിനെ കപ്പക്കായി എന്നാ പറയാ. ഇത് ഏകദേശം ആ കാണുന്ന ചേനേനെക്കാട്ടി വലിപ്പമുണ്ട്. ഈ ചേന എന്ന് പറയുന്ന ഒരു ഹാൻഡ് ബോളിന്റെ അത്ര വലിപ്പമുള്ള ഒരു ചേനയാണിത്. വീലെടുക്കുമ്പോൾ കാണാൻ പറ്റാത്തതാണ്. ഇത് അതിനെക്കാട്ടിയും വലിപ്പമുണ്ട്. ഇതൊരു ഫുട്ബോളിന്റെ അത്ര തന്നെ ഉണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിന്റെയും ഗുണം എന്ന് പറയുന്നത്, ഒരു കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉപയോഗിക്കാതെ നട്ടു വളർത്തി ഉണ്ടാക്കിയ സാധനമാണ് ഈ രണ്ടും കാണുന്നത്. ഇത് രണ്ടുമല്ല, ഈടെ കാണുന്ന ഒന്നും തന്നെ കെമിക്കൽ ഫെർട്ടിലൈസർ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇതിനും കാവലായി നമ്മുടെ മിന്നു ഇരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ കിടന്നുറങ്ങിയാണ്. ഇതാണ് അച്ഛന്റെ വിശേഷങ്ങൾ. ഈ കാണുന്ന മൊത്തം അച്ഛന്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോ കാണിച്ചത്, കൃഷി വിശേഷങ്ങൾ. അപ്പൊ മറ്റൊരു വീഡിയോയില് അമ്മയുടെ പൂന്തോട്ടം നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്താൽ നമ്മൾ തീർച്ചയായും കാണിക്കുന്നതായിരിക്കും. അതുവരേക്കും ദിസ് ഈസ് രാംജിത്ത് സൈനിങ് ഓഫ്.